നമസ്കാരം. സൂര്യകുമാർ യാദവിന് കീഴിൽ T20 ക്രിക്കറ്റിലെ പുതിയ പവർ ഹൗസുകളായി മാറിയിരിക്കുകയാണ് ടീം ഇന്ത്യ. തൊട്ടതെല്ലാം പൊന്നാക്കിയാണ് സൂര്യയുടെയും സംഘത്തിന്റെയും കുതിപ്പ്. സൂര്യ സ്ഥിരം ക്യാപ്റ്റനായതിനു ശേഷം കളിച്ച 12 T20കളിൽ 11ലും ഇന്ത്യ വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. മികച്ച യുവതാരങ്ങളുടെ വലിയൊരു നിര തന്നെ ഇപ്പോൾ സൂര്യയ്ക്കും മുഖ്യ കോച്ച് ഗൗതം ഗംഭീറിന്റെ മുന്നിലുണ്ട്. അവരിൽ നിന്ന് മികച്ച 11 പേരെ തിരഞ്ഞെടുക്കുക എന്നതാണ് ഇവർക്ക് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. കഴിഞ്ഞ 2 പരമ്പരകളിലും ഫസ്റ്റ് ചോയ്സ് ഓപ്പണിംഗ് ജോഡികളും യുവ ബാറ്റിംഗ് സെൻസേഷനുമായ ശുഭ്മൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ എന്നിവർക്ക് വിശ്രമം നൽകിയാണ് ഇന്ത്യ ഇറങ്ങിയത്. ഇംഗ്ലണ്ടുമായി ഇപ്പോൾ നടക്കുന്ന 5 T20കളുടെ പരമ്പരയിലും രണ്ടുപേരും കളിക്കുന്നില്ല. എന്നാൽ അടുത്ത പരമ്പരയിൽ ഇരുവരെയും തിരിച്ചു വിളിക്കേണ്ടതായി വരും. അങ്ങനെയെങ്കിൽ ഇന്ത്യയുടെ ലൈനപ്പ് എങ്ങനെയാകുമെന്ന് നോക്കാം. ശുഭ്മൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ എന്നിവരുടെ അഭാവത്തിൽ T20യിൽ ഇന്ത്യയുടെ പുതിയ ഓപ്പണിംഗ് ജോഡികളായി സഞ്ജു സാംസൺ, അഭിഷേക് ശർമ്മ ജോഡി മാറിക്കഴിഞ്ഞു. രണ്ടുപേരും ഈ റോളിൽ തിളങ്ങുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗില്ലും ജയ്സ്വാളും വന്നാൽ ഇവരിൽ ആരെയൊക്കെ ഒഴിവാക്കും എന്നതായിരിക്കും ഇന്ത്യയുടെ പ്രധാന തലവേദന. സഞ്ജുവിനെ കൈവിടാൻ കോച്ച് ഗൗതം ഗംഭീറിനും ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനും താല്പര്യം കാണില്ല. അതുകൊണ്ട് തന്നെ ഓപ്പണിംഗിൽ അദ്ദേഹം തുടരാനാണ് സാധ്യത കൂടുതൽ. സഞ്ജുവിന്റെ പുതിയ ഓപ്പണിംഗ് പങ്കാളിയാവുക ജയ്സ്വാൾ ആയിരിക്കും. അപ്പോൾ ഗില്ലിന്റെ റോള് എന്താകും എന്നതാകും അടുത്ത ചോദ്യം. നിലവിലെ T20 ലൈനപ്പിൽ ഗില്ലിനെ കൂടാതെ പ്ലേയിങ് 11ൽ കളിപ്പിക്കുക ഇന്ത്യക്ക് അസാധ്യമാണ് എന്ന് പറയേണ്ടി വരും. 3-ാം നമ്പറിൽ തിലക് വർമ്മ സ്ഥാനം ഉറപ്പാക്കി കഴിഞ്ഞു. അദ്ദേഹത്തിന് പകരം ഈ പൊസിഷൻ ഇനി മറ്റാർക്കും നൽകാനും കഴിയില്ല. ഈ പൊസിഷനിൽ കളിക്കുമ്പോഴെല്ലാം അദ്ദേഹം മിന്നിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 3-ാം നമ്പർ തിലക് ഉറപ്പിച്ചതായി നമുക്ക് പറയേണ്ടി വരും. 4-ാം നമ്പർ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനായി മാറ്റിവെച്ചിരിക്കുകയാണ്. അദ്ദേഹം ഇതിനേക്കാൾ താഴേക്ക് പോകാനുള്ള സാധ്യത തീരെയില്ല. 5-ാമനായി അഭിഷേക് ശർമ്മയെ ഇന്ത്യ കളിപ്പിച്ചേക്കും. വമ്പനടിക്കാരനായ ബാറ്റർ മാത്രമല്ല, വിക്കറ്റുകൾ എടുക്കാൻ സാധിക്കുന്ന സ്ലോ ബോളർ കൂടിയാണ് താരം. ഓൾറൗണ്ടർമാരെ ഇഷ്ടപ്പെടുന്ന ഗൗതം ഗംഭീർ ഈ റോൾ അഭിഷേകിന് തന്നെ നൽകാനാണ് സാധ്യത. ഓപ്പണിംഗിൽ താരത്തെ കളിപ്പിക്കുക അസാധ്യമായതിനാലാണ് ടീമിൽ പുതിയ റോൾ നൽകാൻ ഗംഭീർ തീരുമാനിക്കുന്നത്. അഭിഷേകിന്റെ വരവോടെ സ്ഥാനം നഷ്ടമാവുക ഫിനിഷർ റിങ്കു സിംഗിനായിരിക്കും. ബാറ്റർ മാത്രമായതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ ടീമിലെ സ്ഥാനം സേഫ് അല്ല എന്ന് പറയാം. 6-7 സ്ഥാനങ്ങളിൽ സ്റ്റാർ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ, സീം ബോളിംഗ് ഓൾറൗണ്ടറായ നിതീഷ് റെഡ്ഡി എന്നിവരെയാകും ഗംഭീർ കളിപ്പിക്കുക. ഫിനിഷിംഗിന്റെ ചുമതലയും ഈ 2 പേർ ചേർന്ന് നിർവഹിക്കും. 8-ാമനായി ഇടം കൈ സ്പിൻ ബോളിംഗ് ഓൾറൗണ്ടറായ അക്ഷർ പട്ടേലായിരിക്കും കളിക്കുന്നത്. എല്ലാ ഫോർമാറ്റുകളിലും ടീമിനായി തിളങ്ങാൻ സാധിക്കുന്നയാളാണ് അദ്ദേഹം. 9-ാമനായി മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തി ആയിരിക്കും ഉണ്ടാവുക. ടീമിന്റെ ഫസ്റ്റ് ചോയ്സ് സ്പിന്നറും അദ്ദേഹം തന്നെയായിരിക്കും. ഇതിനുശേഷം 2 ഫാസ്റ്റ് ബോളർമാരായി ഇന്ത്യൻ 11ൽ ഉണ്ടാവുക സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയും ഹർഷ്ദീപ് സിംഗും ആയിരിക്കും. മുഹമ്മദ് ഷമി, മുഹമ്മദ് സിറാജ് എന്നിവർക്കൊന്നും ഇന്ത്യയുടെ പ്ലേയിങ് 11ൽ സ്ഥാനവും ലഭിക്കില്ല.